Module 1 Introduction. Decision making environment. Decisions are taken in different types of environment. There are 3 types of environment in which decisions are made, that are under uncertainty, under certainty and risk. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എൻവയോൺമെൻറ്റ് 3 ടൈപ്പാണുള്ളത്. ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടനിറ്റി ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടനിറ്റി. A condition of certainty exists when the decision maker has full and needed information to make a decision. Under conditions of certainty, accurate, measurable and reliable information on which to base decisions are available. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടനിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾക്ക് ആവശ്യമുള്ള ഡിസിഷൻ എടുക്കാൻ ആവശ്യമുള്ള ഇൻഫർമേഷൻസും കണ്ടീഷൻസും എല്ലാം അവൈലബിൾ ആണ്. സർട്ടൈൻ ആയിട്ടുള്ള, അതായത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടനിറ്റി എന്ന് പറയുന്നത്. അവിടെ റിസ്ക് ഇല്ല, അൺസർട്ടനിറ്റി ഇല്ല, സർട്ടൈൻ ആണ്. ദെൻ ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ ഇൻഫർമേഷൻ ആണ് നമ്മൾക്ക് ലഭിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത്. In such situation, the decision maker know what the alternatives are there and conditions are associated with each alternative and the outcome of each alternative. ഇവിടെ ഡിസിഷൻ മേക്കർക്ക് അറിയാൻ പറ്റും എന്തൊക്കെ ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ആണ് ഒരു പ്രോബ്ലത്തിനുള്ളത്, അതുപോലെ തന്നെ ഈ ഓരോ ആൾട്ടർനേറ്റീവ്സിനും എന്തൊക്കെ ഔട്ട്കം ആണുള്ളത്, അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളതും ഇവിടെ അറിയാൻ സാധിക്കും. Then such conditions exist in a case of routine and repetitive decisions concerning the day-to-day operations to the business. The decision to restock goods when the stock falls below a predetermined level is a decision making under circumstances of certainty. ദെൻ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടനിറ്റി വരുമ്പോൾ നമ്മൾ പറഞ്ഞു സർട്ടൈൻ ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സർട്ടൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ റുട്ടീനായിട്ടുള്ളതും റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടി സാധാരണ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിനെയാണ് അണ്ടർ സർട്ടനിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടെങ്കിൽ എത്ര ഗുഡ്സ് ഇപ്പോൾ ഉണ്ട്, അതെപ്പോഴാണ് റീസ്റ്റോക്ക് ചെയ്യേണ്ടത്, സ്റ്റോക്ക് ലെവൽ എങ്ങനെയാണ്, അതിനനുസരിച്ച് എപ്പോഴാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡേ ടു ഡേ ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അങ്ങനെയുള്ള സർട്ടൻ സിറ്റുവേഷൻസിൽ അതുപോലെ തന്നെ അൺറിസ്കി ആയിട്ടുള്ളതും നമ്മൾക്ക് സൊല്യൂഷൻസ് ഓൾറെഡി അറിയാവുന്നതുമായിട്ടുള്ള സിറ്റുവേഷൻസിൽ എടുക്കുന്ന ഡിസിഷൻസ് ആണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടനിറ്റി. നെക്സ്റ്റ് ആണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി. അതിൻ്റെ നേരെ തിരിച്ചുള്ളതാണ്. ഇവിടെ കോംപ്ലക്സ് എൻവയോൺമെൻറ്റിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ആണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിസ്ക് വളരെ വലുതായിരിക്കും, കാരണം നമ്മൾക്ക് അതിലുള്ള പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും അതിന് എടുക്കാനുള്ള ആൾട്ടർനേറ്റീവ്സും അതിൻ്റെ സൊല്യൂഷൻസും അതുപോലെ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതും നമ്മൾക്കിവിടെ അറിയാൻ പറ്റില്ല. Then most significant decision in today's complex environment are under a state of uncertainty. Conditions of uncertainty exist when the decision maker is not aware of all available alternatives, the risk associated with each and consequences of each alternative. In the face of such uncertainty, managers need to make certain assumptions about the situation in order to provide a reasonable framework for decision making. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടനിറ്റിയിൽ ഡിസിഷൻ മേക്കർ ചെയ്യുന്നത് നമ്മൾക്ക് സിറ്റുവേഷൻസ് എങ്ങനെയാണെന്നുള്ളതും ആൾട്ടർനേറ്റീവ്സ് ഏതൊക്കെയാണ്, നമ്മൾക്ക് ഏതൊക്കെ ആൾട്ടർനേറ്റീവ് ഡിസിഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതും അതിൻ്റെ സൊല്യൂഷൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളതും അറിയില്ല. സോ റിസ്ക് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഇവിടെ ഡിസിഷൻ മേക്കർ ചെയ്യുന്നത് നമ്മുടെ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻസ് അനുസരിച്ച് കുറച്ച് അസംഷൻസ് ഉണ്ടാക്കും. ആ അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് അവർ സൊല്യൂഷൻസും ഡിസിഷൻസും മേക്ക് ചെയ്യുന്നത്. ആ സൊല്യൂഷൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഡിസിഷൻ ശരിയാവാം അല്ലാതിരിക്കുക, കാരണം അവിടെ സിറ്റുവേഷൻ അൺസർട്ടൻ ആണ്. കോംപ്ലക്സ് എൻവയോൺമെൻറ്റിലാണ് നമ്മളിങ്ങനെ സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ദെൻ ദേ ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ their judgment and experience for making decisions. Such situations generally arise in case of where happening of an event is determined by external factors. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കുറേ അസംഷൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ ഡിസിഷൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അവിടെ ഡിസിഷൻ മേക്കറുടെ എക്സ്പെരിമെൻറ്റും അതുപോലെ തന്നെ അവരുടെ ജഡ്ജ്മെൻറ്റും എക്സ്പീരിയൻസും അനുസരിച്ചാണ് ഇവിടെ ഡിസിഷൻസ് എടുക്കുന്നത്. പാസ്റ്റ് എക്സ്പീരിയൻസ് അനുസരിച്ചാണ് ഒരു പർട്ടിക്കുലർ അസംഷൻ വെച്ചുകൊണ്ട് അവർ ഡിസിഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ഇവിടെ ഒരു പർട്ടിക്കുലർ ഇവൻ്റ് ഹാപ്പൻ ചെയ്യും അല്ലെങ്കിൽ സിറ്റുവേഷൻ അറൈസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ഡിറ്റർമൈൻ ചെയ്താണ് അതിൻ്റെ ഹാപ്പൻ ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് moves of competitors are the factors that involve uncertainty.
അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സും നീഡ്സും അവരുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ട്രെൻഡ്സും ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഓരോ ഇയറിലും ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ മൂവ്സ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ഓരോ ടൈപ്പ് സ്ട്രാറ്റജീസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് എന്തായിരിക്കും അവരടുത്ത സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിനൊക്കെ റിലേറ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം അണ്ടർ അൺസർട്ടൻ കണ്ടീഷൻസ് ആണെന്ന് നമ്മൾക്ക് പറയാം. Then decision making under risk. Under conditions of risk, there are more than one possible event that can occur, but the decision maker has adequate information to assign probability based on the past experience to the happening or non-happening of each possible event. അപ്പോൾ റിസ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോബബിലിറ്റി ഓഫ് ലോസ് അല്ലേ, ലോസ് ഉണ്ടാവാനുള്ള ചാൻസിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. ഇവിടെ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അവിടെ ഹാപ്പൻ ചെയ്യാനുള്ളൊരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിലൊരു ഇവൻറ്റ് ഹാപ്പൻ ചെയ്യാനുള്ളൊരു ചാൻസ്, അത് അവിടെ ഒരു ഇവൻ്റ് അല്ല, ഒന്നിൽ കൂടുതൽ ഇവൻറ്റുകൾ ഹാപ്പൻ ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. ഓക്കെ, അതാണ് റിസ്ക് എന്ന് പറയുന്നത്. ഇവിടെ രണ്ടോ അതിലധികമോ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇവൻറ്റ്സ് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ തന്നെ ഹാപ്പൻ ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ, അതുപോലെ തന്നെ പ്രൈസ് ഇൻക്രീസ്, ദെൻ ഡിമാൻഡിൽ ചേഞ്ചസ്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ഡിസിഷൻ മേക്കിംഗ് വളരെ കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ, ഇങ്ങനെയുള്ള റിസ്കി സിറ്റുവേഷൻസിൽ ഡിസിഷൻ എടുക്കുന്നത് പാസ്റ്റ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷനും വെച്ചിട്ടാണ്. പ്രോബബിലിറ്റി മീൻസ് ഒരു കാര്യം ഹാപ്പൻ ചെയ്യാനുള്ള ചാൻസിനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, although some good information may be available, it is not enough to answer all questions about the outcome. The manager could define the nature of problem, possible alternatives, and the probability each alternative leading to desired result, but the manager could not guarantee how each alternative may work. അപ്പോൾ ഇവിടെ റിസ്ക് ആണ്. ദാറ്റ് ഇസ് നമ്മൾക്ക് കുറച്ച് ഇൻഫർമേഷൻ അവൈലബിൾ ആയിരിക്കും, പക്ഷേ ആ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾക്ക് ഔട്ട്കം എന്തായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് ചെയ്താൽ, ഒരു പെർട്ടിക്കുലർ ഡിസിഷൻ എടുത്താൽ അതിന് വരുന്ന ഔട്ട്കം എന്തായിരിക്കും എന്നുള്ളത് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഓക്കെ, ഏത് അൾട്ടർനേറ്റീവ് ചൂസ് ചെയ്താൽ എന്തായിരിക്കും നമ്മളുടെ റിസൾട്ട് എന്നുള്ളത് നമ്മൾക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഡിസിഷൻസിൽ നമ്മൾ ഡിസിഷൻസ് എടുക്കുമ്പോഴാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ഡിസിഷൻ മേക്കർ ഇസ് ഫേസ്ഡ് വിത്ത് എ ചോയ്സ് ബിറ്റ്വീൻ ടു ആക്ഷൻസ്, വൺ ഓഫറിംഗ് 1% പ്രോബബിലിറ്റി ഓഫ് എ ഗെയിൻ ഓഫ് 10,000 and the another a 50% probability of gain of ₹400. A rational decision maker will choose a second alternative because it has higher expected value of ₹200, that is 50% of 400, as against 100, that is 1% of 10,000 from first alternative. അപ്പോൾ ഇവിടെ ഒരു ഡിസിഷൻ മേക്കർക്ക് രണ്ട് ചോയ്സാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് 10,000-ൻ്റെ 1% ഗെയിൻ ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി, അതുപോലെ തന്നെ 400-ൻ്റെ 50% പ്രോഫിറ്റായിട്ട് ഗെയിൻ ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളിലും നമ്മൾക്ക് ഏതാണ് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ട് തോന്നുന്നത്? 10,000-ൻ്റെ 1% എന്ന് പറയുമ്പോൾ 100 ആണ് നമ്മൾക്ക് അവിടെ കിട്ടുന്ന ഗെയിൻ. പക്ഷേ 400-ൻ്റെ 50% എന്ന് പറയുമ്പോൾ എന്താണ്, 200 ആണ് നമ്മളുടെ ഗെയിൻ വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾക്ക് ഡബിൾ ഗെയിനാണ് സെക്കൻഡ് ചോയ്സിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഡിസിഷൻ മേക്കർ ചൂസ് ചെയ്യുന്നത് ആ പറയുന്ന സെക്കൻഡ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് ആയിരിക്കും. അവിടെ അപ്പോൾ രണ്ട് ഇവൻ്റ് ഒരുമിച്ച് ഹാപ്പൻ ചെയ്യുകയാണ്. ഡിസിഷൻ മേക്കർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് അവർ ഏതെങ്കിലും ഒരു ചോയ്സ് സെലക്ട് ചെയ്യും. ഓക്കെ, ദെൻ എലമെൻറ്റ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഫസ്റ്റ് എലമെൻറ്റ്, ഒബ്ജക്റ്റീവ് ഓഫ് ദ ഡിസിഷൻ. No decision is taken without an objective. Decision making is goal oriented. The objective of decision is to find a solution to the existing problem. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് വരുന്നത് ഒബ്ജക്റ്റീവ് ആണ്. നമ്മളൊരു ഡിസിഷൻ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ എന്താണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾ എന്നുള്ളത് മനസ്സിലാക്കി വെച്ചിരിക്കണം. ദെൻ ആ ഗോൾ അറ്റൈൻ ചെയ്യാവുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതാണ് ഒബ്ജക്റ്റീവ് എന്നുള്ള കണ്ടൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് alternatives. There are different ways of finding solution to a business problem and they are called alternatives. The need for decision making arises only if there are two or more alternatives available.
നെക്സ്റ്റ് എലമെൻ്റ് ആണ് ഓൾട്ടർനേറ്റീവ്സ്. ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനായിട്ട് നമ്മൾക്കിപ്പോൾ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾക്ക് 2 വേസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ 2 or more വേസ് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ 2 or more വേസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴാണ് ആ ഡിസിഷൻ മേക്കിംഗ് എഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആണ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ഔട്ട്കം ഓർ പേ ഓഫ്. Each alternative has its own expected outcome or payoff. It is on the basis of this outcome alternatives are evaluated and compared to select the best one. Then next ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ എല്ലാ ഓൾട്ടർനേറ്റീവ്സിൻ്റെയും ഔട്ട്കം, അതായത് നമ്മളൊരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തിയതിന് ശേഷം ഓരോ ആൾട്ടർനേറ്റീവ്സിലും വരുന്ന കോസ്റ്റ് എന്തോരാണ്, ഫസ്റ്റ് ആൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്താൽ അതിലുണ്ടാകുന്ന കോസ്റ്റ് എന്താണ്, നെക്സ്റ്റ് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്, ഇത് രണ്ടും അനലൈസ് ചെയ്തതിന് ശേഷം ഈ ആൾട്ടർനേറ്റീവ്സിൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളതും ബെനിഫിറ്റ് കൂടുതലുള്ളതുമായിട്ടുള്ള ആൾട്ടർനേറ്റീവ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഔട്ട്കം ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഔട്ട്കം കിട്ടുന്ന ആൾട്ടർനേറ്റീവ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ആണ് ക്രൈറ്റീരിയ. A decision maker can set evaluation criteria in order to ensure uniformity in the evaluation of alternatives. Peter F. Drucker has suggested the following criteria to evaluate alternatives. അപ്പോൾ നമ്മൾ പറഞ്ഞു കുറേ ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്, അതിൽ നിന്ന് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്രൈറ്റീരിയ ഫോളോ ചെയ്യണം. അതായത് ഒരേ രീതിയിലായിരിക്കണം ഈ പറയുന്ന നമ്മൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ചോയ്സസുകളെയും ഒരേ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരേ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്തുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് എല്ലാത്തിൽ നിന്നും ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഏതാണെന്നുള്ളത് അതിൻ്റെ കോസ്റ്റ് അനലൈസ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള ക്രൈറ്റീരിയ പീറ്റർ എഫ് ഡ്രക്കർ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ റിസ്ക് ആണ് വരുന്നത്. റിസ്ക് ഇസ് ദ ഡിഗ്രി ഓഫ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ആൾട്ടർനേറ്റീവ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഓരോ ഓൾട്ടർനേറ്റീവിലും വരുന്ന റിസ്ക് എത്രയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ എക്കണോമി ഓർ എഫേർട്ട്, ദാറ്റ് ഈസ് കോസ്റ്റ്, ടൈം ആൻഡ് എഫേർട്ട് ഇൻവോൾവ് ഇൻ ഈച്ച് ആൾട്ടർനേറ്റീവ്. ഇനി നമ്മൾ ആ ഓൾട്ടർനേറ്റീവിൽ വരുന്ന കോസ്റ്റ് എത്രയാണ്, അതിന് വേണ്ട ടൈം എത്രയാണ്, നമ്മൾ അതിലിടുന്ന എഫേർട്ട് എത്രയാണെന്നുള്ളത് ഓരോ ഓൾട്ടർനേറ്റീവ്സിൻ്റെയും ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ ടൈമിംഗ്, ദ ടൈം റിക്വയർഡ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഈച്ച് ആൾട്ടർനേറ്റീവ്. ഇനി ഓരോ ഓൾട്ടർനേറ്റീവും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എടുക്കുന്ന ടൈം എത്രയാണെന്നുള്ളത് നോക്കുക. ദെൻ ലിമിറ്റേഷൻ ഓഫ് റിസോഴ്സസ്, ദാറ്റ് മീൻസ് ഫിസിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് റിക്വയർഡ് ഫോർ ഈച്ച് ഓൾട്ടർനേറ്റീവ്. ദെൻ ഓരോ ഓൾട്ടർനേറ്റീവും ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നമ്മൾക്ക് ഓരോ ആൾട്ടർനേറ്റീവും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് കിട്ടുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും റിസ്ക് ഫ്രീ ആയിട്ടുള്ള, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള, ടൈം കൺസംഷൻ കുറവുള്ള, അതുപോലെ തന്നെ എല്ലാ റിസോഴ്സസും അവൈലബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് എലമെൻ്റ് ആണ് ദ ഡിസിഷൻ എൻവയോൺമെൻറ്റ്. The internal and external forces which influences the decision-making process is called the decision environment. The internal environment consists of factors such as physical, facilities, financial and marketing capability, technological capability, etc. The external environment consists of the factors such as government, regulations, business cycle, etc. Then അപ്പോൾ ഡിസിഷൻ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും നമ്മൾ അനലൈസ് ചെയ്യണം. ദെൻ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഫെസിലിറ്റീസ്, ഫിനാൻസ്, ദെൻ മാർക്കറ്റിംഗ് കേപ്പബിലിറ്റി, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. ദെൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്, അതിൻ്റെ റെഗുലേഷൻസ്, ദെൻ ബിസിനസ് സൈക്കിൾ, ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, അങ്ങനെയുള്ള എക്കണോമിക് സൈക്കിൾ, അങ്ങനെ എക്സ്റ്റേണലായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾക്ക് ഒരു ഡിസിഷൻ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ലാസ്റ്റ് എലമെൻ്റ് ആണ് ലിമിറ്റിംഗ് ഫാക്ടർ. ലിമിറ്റിംഗ് ഫാക്ടർ ആർ ദ കൺസ്ട്രെയിൻസ് ദാറ്റ് പ്രിവെൻറ്റ് എ ഡിസിഷൻ മേക്കർ ഫ്രം അച്ചീവിങ് ദ ഒബ്ജക്റ്റീവ് ഓഫ് എ ഡിസിഷൻ. അപ്പോൾ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിൽ നിന്നും ഡിസിഷൻ മേക്കറിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുക. For example, if availability of one limiting factor, when the decision maker should consider only those investment alternatives that falls within the limit set by the top level management. ഇപ്പോൾ നമ്മൾക്ക് കുറച്ച് ഫണ്ട് വേണം, പക്ഷേ അതിനൊരു ലിമിറ്റഡ് ആണ്, നമ്മുടെ ഓർഗനൈസേഷൻ ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും ഫണ്ട് മാത്രമേ നമ്മൾക്ക് ആ ഒരു പ്രോപ്പർ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾക്കത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡിസിഷൻ മേക്കർ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് അതിനനുസരിച്ച് ചൂസ് ചെയ്തിട്ട് വേണം ആ ഡിസിഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്.
ഓക്കെ, അപ്പോൾ നമ്മളുടെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ലിമിറ്റ് ചെയ്യുന്നുണ്ടോ അതെല്ലാം ലിമിറ്റിംഗ് ഫാക്ടർ എന്നാണ് പറയുന്നത്. ഇത്രയും എലമെൻറ്റ്സ് ആണ് ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നത്. താങ്ക് യു.